Hello students, today we are going to discuss about electromagnetic radiations. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇലക്ട്രോൺ പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു എക്സ്പെരിമെൻ്റ് എടുക്കുമ്പോഴും അവിടെ എന്തായിരുന്നു there was interaction of radiation with matter. Interaction of radiation with matter ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്താണ് മനസ്സിലാക്കണം വെച്ചാൽ നമുക്ക് ഏറ്റവും കോമൺ എക്സാമ്പിൾ ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എടുക്കാം. ഏതാണ്? ലൈറ്റ്. ഇനി നമ്മൾ പറയുന്നു ലൈറ്റ് ഈസ് ആൻ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് പറയുമ്പോൾ ഇതിൻ്റെ പേരിനെ നമുക്ക് നോക്കാം. ഈ റേഡിയേഷൻസിൽ എന്തുണ്ടാവും? there will be എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഓൾസോ പ്രസൻറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്ത് ഫീൽഡ് ഉണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഓൾസോ പ്രസൻറ്റ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യണം വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ദീസ് റേഡിയേഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് എന്താണ്? ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അസോസിയേറ്റഡ് വിത്ത് ബോത്ത് ഇലക്ട്രിക് and magnetic field are called electromagnetic radiation. അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അണ്ടർ ആക്സിലറേഷൻ ഒരു ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അത് പ്രൊഡ്യൂസസ് ബോത്ത് ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ചാർജ് പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ? ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ചാർജ് പാർട്ടിക്കിൾ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു വെൻ എ ചാർജ് പാർട്ടിക്കിൾ മൂവ്സ് അണ്ടർ ആക്സിലറേഷൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പ്രൊഡ്യൂസ്. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യണ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ദീസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. സോ ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു ദീസ് ഫീൽഡ്സ് ഏത് ഫീൽഡാണ്? ദിസ് വൺ ഈസ് അവർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് the second one നമ്മൾ ആദ്യം വരച്ചത് എന്താണ്? this one is our electric field. സോ എങ്ങനെയാണ് ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ദീസ് ഫീൽഡ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഫോം ഓഫ് വേവ്സ്. ഈ ദീസ് വേവ്സ് ആർ കോൾഡ് ആസ് എന്ത് വേവ്സ് ആണ്? ദീസ് വേവ്സ് ആർ കോൾഡ് ആസ് electromagnetic waves or we can say that electromagnetic radiations. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. ദ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കാണാം ഇത് എന്ത് ഫോമിലാണ്? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ വേവ്സ്. സോ ഇൻ ദിസ് കേസ് this one is our എന്ത് ഫീൽഡാണ്? ഇലക്ട്രിക് ഫീൽഡ്. this one is our എന്ത് ഫീൽഡാണ്? മാഗ്നറ്റിക് ഫീൽഡ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വരച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ബി ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഈ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇവിടെ നോക്കുക, ഇതാ ഇങ്ങനെ നമ്മളൊരു ലൈൻ വരയ്ക്കുന്നുണ്ട് അല്ലേ? ഇതെന്താണ്? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓർ സ്പീഡ് ഓഫ് എന്താണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. സോ ദീസ് ടു ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ദ വെലോസിറ്റി ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വരച്ചു. ദിസ് വൺ ഈസ് അവർ മാഗ്നറ്റിക് ഫീൽഡ്. ഈ രണ്ടെണ്ണത്തിനോടും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ എന്ത് വരിക? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ എന്ത് വരിക? വെലോസിറ്റിന് വരിക. സോ ഒരു കാര്യം ഓർത്ത് വെക്കുക, നമ്മൾ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എടുത്താലും ഇൻ ദ കേസ് ഓഫ് ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ദ വെലോസിറ്റി ഫോർ ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വിൽ ബി ഓൾവേസ് സെയിം. ഏതൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെയും വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്താണ് വെലോസിറ്റി നമ്മൾ എടുക്കാറ്? വി ടേക്ക് ഇറ്റ് ആസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എപ്പോഴാണ് ഈ ഇലക്ട്രിക്കോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക? ഒരു ഇലക്ട്രിക്കലി ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അണ്ടർ ആക്സിലറേഷൻ മൂവ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് ടു ഫീൽഡ്സ് ആർ എന്താണ്? perpendicular to each other and these field എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? These fields are transmitted in the form of what? They are transmitted in the form of waves. Waves പോലെയാണ് അത്
എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യാം. ദേ ആർ നോൺ ആസ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇനി നമ്മൾ പറഞ്ഞു ഇത് എന്തിനെ പോലെയാണ് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പോലെയാണ് നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് വേവ്സ്. അപ്പോൾ ലെറ്റ് us see what are the characteristics of electromagnetic radiations അല്ലെങ്കിൽ electromagnetic waves. Electromagnetic wavesന്റെ characteristicsൽ the first one is amplitude. First one is amplitude. So amplitude എന്താണെന്ന് നമുക്ക് നോക്കണം. We have to see, നമ്മളൊരു വേവ് വരയ്ക്കുമ്പോൾ ഈ വേവിൻ്റെ ഈ അപ്പർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് വൺ ഈസ് ഓൾസോ എന്താണ്? ദിസ് വൺ ഈസ് ഓൾസോ ക്രെസ്റ്റ്. വേവിൻ്റെ ലോവർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? വി കോൾ ഇറ്റ് ആസ് എന്താണ്? ട്രഫ്. സോ എന്താണ് ആംപ്ലിറ്റ്യൂഡ്? നമ്മളൊരു വേവ് വരച്ചു. വി ആർ റെപ്രസെൻറ്റിംഗ് എ വേവ്. We are representing a wave. So in this case, the maximum distance, ഇതെന്താണ് നമ്മുടെ, നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ ക്രസ്റ്റ് ആണ്. അപ്പർ പാർട്ട് എന്താണ്? ഇതും ക്രസ്റ്റ് ആണ്. ഇതെന്താണ്? ഈ രണ്ട് പാർട്ട് നമ്മുടെ ട്രഫാണ്. സോ ആംപ്ലിറ്റ്യൂഡ് മീൻസ് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് നോർമൽ പൊസിഷൻ. മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് നോർമൽ പൊസിഷൻ ഈസ് നോൺ ആസ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. നൗ let us see the second property. The second property of the electromagnetic radiation is, second property of like a characteristic of electromagnetic radiation is frequency. എങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യാറ്? ഫ്രീക്വൻസി ഈസ് റെപ്രസെൻറ്റഡ് ആസ് ന്യൂ. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഹൗ മച്ച് ഫ്രീക്വൻ്റ്ലി, എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് എന്ത് നടക്കുന്നത്? നമ്പർ ഓഫ് വേവ്സ് ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വേവ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ എത്ര ഫ്രീക്വൻ്റ്ലി ആണ് ഒരു വേവ് പാസ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക? ഫ്രീക്വൻസിയിൽ. ഇൻ 1 സെക്കൻഡോ ഏത് ഫ്രീക്വൻസിയിലാണോ പാസ് ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദ വേവ്. സോ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ എന്താണ്? സെക്കൻഡ് ഇൻവേഴ്സ് ഓർ ഏത് യൂണിറ്റാണ്? ഹേർട്സിലാണ് നമ്മൾ ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇലക്ട്രിക് കറൻറ്റ്, നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എത്ര ഫ്രീക്വൻസിയാണ്? 52 to 60 ഹെർട്സ് ആണ് നമ്മുടെ വീട്ടിലുള്ള എ സി കറൻറ്റിൻ്റെ ഫ്രീക്വൻസി. ഇനി മൂന്നാമത്തത് നോക്കാം. ക്യാരക്ടറിസ്റ്റിക് ഈസ് ടൈം പീരിയഡ്. വേവിൻ്റെ ടൈം പീരിയഡ്. സോ ടൈം പീരിയഡ് പറഞ്ഞാൽ എന്താണ്? ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ വേവ്. The time required to complete one wave is known as എന്താണ്? Time period. ഇനി ടൈം പീരിയഡ് എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്? ടൈം പീരിയഡ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 1/nu. The time required to complete one wave is known as എന്താണ്? Time period. It is represented as എന്താണ്? T equal to 1/nu. Now let us see, 3 characteristics പഠിച്ചു. അടുത്തത് നമുക്ക് അറിയേണ്ടത് ഒന്നാണ്. What do you mean by wave number? Another important characteristic of electromagnetic radiations, what is wave number? നമ്മളിപ്പോൾ the distance between the two crust or two trough is represented by wavelength. ലാംഡ, ഇതാണ് നമ്മുടെ വേവ് ലെങ്ത്. 2 ക്രസ്റ്റോ അല്ലെങ്കിൽ 2 ട്രഫിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ലാംഡയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. എന്താണ് ഈ ലാംഡ എന്ന് പറയുന്നത്? ലാംഡ ഈസ് അവർ wave length. So wave number എന്താണ്? The wave number is represented by nu bar, which is equal to the reciprocal of wavelength 1/lambda. എന്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്? മീറ്റർ ഇൻവേഴ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. സോ ഇൻ ദിസ് കേസ് വേവ് ലെങ്ത് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 crust or distance between 2 trough. And what is wave number? The reciprocal of wavelength is our wave number. Now let us see what is the relation between നമ്മുടെ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. നമ്മൾ വേവ് നമ്പർ എന്താണെന്ന് പഠിച്ചു, വേവ് ലെങ്ത് എന്താണെന്ന് പഠിച്ചു, ഫ്രീക്വൻസിയും പഠിച്ചു അല്ലേ? എത്ര ഫ്രീക്വൻ്റ്ലി ആണ് നമ്പർ ഓഫ് ഓസിലേഷൻസ് നടക്കുന്നത് പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് നോൺ ആസ് അവർ ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെങ്കിൽ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എടുത്താലും ദേ വിൽ ഹാവ് എന്താണ്? ദേ വിൽ ഹാവ് എന്തിനെ കുറിച്ചിട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ദേ വിൽ ഹാവ് ദ സെയിം സ്പീഡ്.
What was their speed? സ്പീഡിൻ്റെ വാല്യൂ എന്താ നമ്മൾ എടുക്കാറും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി വേറൊരു കാര്യം ഓർത്ത് വെക്കേണ്ടതാണ്, എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് they can travel in എന്താണ് they can travel in vacuum. All electromagnetic radiations they can travel in vacuum. Now if we see the relation between the frequency and wavelength, it is given as C equal to nu bar. What is the relation between frequency and wavelength? C equal to nu bar, or we can say that what frequency equal to C by lambda അല്ലേ, ഫ്രീക്വൻസി ഈക്വൽ ടു C by lambda. സോ വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ഫ്രീക്വൻസി ഇൻവേഴ്സ് റിലേഷൻ ആണ്. വേവ് ലെങ്ത് കൂടുതലാണെച്ചാൽ ഫ്രീക്വൻസി എന്തായിരിക്കും, ഫ്രീക്വൻസി കുറയും. വേവ് ലെങ്ത് കുറവാണെച്ചാൽ ഫ്രീക്വൻസി എന്താണ്, ഫ്രീക്വൻസി ഇൻക്രീസസ്. അപ്പോൾ ഈ റിലേഷൻ ഓർത്ത് വയ്ക്കുക. നമുക്ക് ഇതിൻ്റെ മുകളിൽ ബേസ് ചെയ്ത് പരീക്ഷയ്ക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ ദ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ C equal to nu lambda, or we can say nu equal to C by lambda. So based on this നമുക്കൊരു ചോദ്യം നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഒരു റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു 400 നാനോമീറ്റർ. എന്താണ് റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 400 നാനോമീറ്റർ. ഇപ്പോൾ ഇവിടെ നാനോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യം എന്താണ് ഈ പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിൻ്റെ ഫ്രീക്വൻസി, അതാണ് നമുക്കുള്ള ചോദ്യം. ഇപ്പം നമുക്കറിയാം ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെയും എന്ത് സെയിം ആണ്, വെലോസിറ്റി സെയിം ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഏതാണ് ഈ രണ്ടെണ്ണത്തിലും? യെസ്, ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ളതുകൊണ്ട് ഫ്രീക്വൻസി ഈക്വൽ ടു C by lambda. ഫ്രീക്വൻസി C എന്താണ്, എല്ലാത്തിനും കേസിൽ സെയിം ആണ്. 3 × 10⁻⁸ എന്താണ് 8 ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കുക വേവ് ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്, 400 നാനോമീറ്റർ. നാനോമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്രയായിരിക്കും, 10⁻⁻9 മീറ്റർ. സോ നമ്മുടെ ഇതെന്തായിരിക്കും, 400 ഇൻറ്റു മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻⁻9. നമ്മൾ സോൾവ് ചെയ്ത് നോക്കുക നിങ്ങൾ, യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 7.5 ഇൻറ്റു 10⁻⁴ എന്താണ് 14 ഹെഡ്സ്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. പ്രോബ്ലം ഇതിൻ്റെ മുകളിൽ എങ്ങനെ ചെയ്യാനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടേമിലേക്ക് കിടക്കാം. എന്താണ് നമ്മുടെ അടുത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റസ് സീ, നമ്മൾ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൽ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് തമ്മിൽ എന്ത് റിലേഷനാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഇൻവേഴ്സ് റിലേഷനാണ്, പ്രപ്പോർഷണൽ അല്ല. അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കുറയുമ്പോൾ വേവ് ലെങ്ത് എന്താണ്, കൂടും. സോ ദ ഡിഫറെൻറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, നമ്മൾ കോമൺ ആയിട്ടുള്ള എടുത്ത എക്സാമ്പിൾ ഏതാണ്, ലൈറ്റാണ്. നമ്മുടെ ആൽഫ റേ, ഗാമ റേ, ദീസ് ഡിഫറെൻറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് when they are arranged എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം, രണ്ട് രീതിയിലും ചെയ്യാം. in increasing order of frequency. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം, ഫ്രീക്വൻസി കൂടുക വെച്ചാൽ എന്തായിരിക്കും, ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അല്ലേ. ഫ്രീക്വൻസി കൂടുമ്പോൾ കഴിയുമ്പോൾ എന്താണ്, വേവ് ലെങ്ത് കുറയാണ് ചെയ്യുക. സോ ഡിഫറെൻറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആവാം, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആവാം, അല്ലെങ്കിൽ വേവ് ലെങ്ത് ടേമിലും പറയാം. ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ വേവ് ലെങ്ത്. അങ്ങനെയുള്ളൊരു സ്പെക്ട്രത്തിന് നമ്മൾ പറയുന്ന പേരാണ്, ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. So what is electromagnetic spectrum? The arrangement of electromagnetic radiations either in the increasing order of wavelength or decreasing order of wavelength or frequency is known as electromagnetic spectrum. So here we can see that നമ്മൾ പല വേവ് ലെങ്ത്സ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ്, ലോവസ്റ്റ് വേവ് ലെങ്ത് ടു ഹയസ്റ്റ് വേവ് ലെങ്ത്. അപ്പോൾ വേവ് ലെങ്ത് ലോവസ്റ്റ് ആണ് ഗാമ റേസിൽ പറയുമ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും, ഗാമ റേസിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, വി ഹാവ് അറേഞ്ച് ഫ്രം ലോവസ്റ്റ് വേവ് ലെങ്ത് ടു
എന്താണ് ഹയസ്റ്റ് വേവ് ലെങ്ത്. സോ യു ക്യാൻ സീ ഹിയർ നമ്മുടെ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഏതാണ്? ഗാമ റേസ് ഫോളോഡ് ബൈ എക്സ് റേസ്, യു വി റേസ്, IR, മൈക്രോ ആൻഡ് റേഡിയോ. ഇനി ഈ ഒരു റീജിയൻ യു വി റേസിൻ്റെയും IR റേസിൻ്റെയും ഇടയിലുള്ള റീജിയൻസ് ആണ് നമ്മുടെ നമ്മൾ കാണുന്ന വിസിബിൾ റീജിയൻ. ഏതാണ് നമ്മുടെ വിസിബിൾ റീജിയൻ? അപ്പോൾ വിസിബിൾ റീജിയൻ പറയുമ്പോൾ വിസിബിൾ റീജിയനിൽ ഏതാണ് നമ്മുടെ വരിക? നമ്മുടെ വിബ് ജിയോറാണ് നമ്മുടെ ഏത് റീജിയനിൽ വരിക? വിസിബിൾ റീജിയനിലാണ് ഈ കാണുന്ന വിബ് ജിയോർ നമ്മുടെ വരിക, നമ്മുടെ ലൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഒന്നും കൂടി ഡീറ്റെയിൽ ആറ്റമിക് സ്പെക്ട്രം നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക് യു.